പലാശപുഷ്പസങ്കാശം താരകാകാരമസ്തകം രൗദ്രം രൗദ്രഗുണോപേദം തം കേതും പ്രണമാമ്യഹം. പ്രിയമുള്ള പ്രേക്ഷകരെ, നവഗ്രഹത്തിൽ കേതുവിൻ്റെ സ്തോത്രമാകുന്നു ഇത്. കേതു എന്നാൽ രാഹുവിൻ്റെ പുച്ഛമാകുന്നു. രാഹു എവിടെയുണ്ടെങ്കിലും ആ രാഹുവിൻ്റെ 7ാം ഭാവത്തിൽ കേതു ഉണ്ടാകും. അത് വക്രിയായി സഞ്ചരിക്കുന്നു രാഹുകേതുക്കൾ. ഇതിൻ്റെ പിറകിലുള്ള ഒരു വലിയ കഥ, അമൃത കടിയുന്ന സമയത്ത് നാഗരാജാവായ രാഹു അമൃത കഴിക്കുന്നു, അങ്ങനെ ദീർഘായുസ്സാകുന്നു. ആ സമയത്ത് പെട്ടെന്ന് ദേവന്മാർ വന്ന് രാഹുവിനെ വെട്ടുന്നു. അങ്ങനെ അതിൻ്റെ ശിരസ്സും ഉടലും പരസ്പരം വിച്ഛേദിക്കപ്പെടുന്നു. ആ ശിരസ്സാകുന്നു ഡ്രാഗൻസ് ഹെഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന രാഹു, തമഹ, അഗുഹു. അതിൻ്റെ വാലാകുന്നു, ഉടൽ ഭാഗമാകുന്നു കേതു, ശിഖി, ശിഖാധരഹ, കേതുഹു എന്ന നാമത്തിലൊക്കെ കേതു അറിയപ്പെടുന്നു. നാം പലപ്പോഴും പറയാറുണ്ട് കേതുവിന് ഹേതുവില്ല. കേതുദശ അല്ലെങ്കിൽ കേതുവിൻ്റെ അപഹാരകാലം വരുമ്പോൾ ഒരു കാരണവുമില്ലാതെ എന്തെങ്കിലും ചില ബുദ്ധിമുട്ടുകൾ മനുഷ്യന് ഉണ്ടാകുന്നു. രാഹുദശ 18 വർഷമാണ്, കേതുദശയാകട്ടെ 7 വർഷമാണ്. ഇവിടെ നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ഓരോ രാശിക്കാർക്കും ഉണ്ടാകുന്ന ഫലങ്ങളാണ്. നാം ഇവിടെ മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെ വിഷയത്തിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ രാഹു ചാരവശാൽ സഞ്ചരിക്കുന്നത് കുംഭത്തിലാണ്. കേതുവാണെങ്കിൽ അതിൻ്റെ 7ാം ഭാവമായ ചിങ്ങൻ രാശിയിലാണ് സഞ്ചരിക്കുന്നത്. 1.5 വർഷമാണ് രാഹുകേതുക്കൾ ഒരു രാശിയിൽ നിൽക്കുന്നത്. എന്താണ് കേതു ഉണ്ടാക്കുന്ന ദോഷം? കേതു ശുഭഗ്രഹമല്ല, കേതു ഒരു പാപഗ്രഹമാകുന്നു. കേതോർദശായാം, കേതുവിൻ്റെ ദശ അല്ലെങ്കിൽ അപഹാരങ്ങളിൽ അല്ലെങ്കിൽ ചാരവശാൽ സഞ്ചരിക്കുന്ന സമയത്ത് അരി ചോര ഭൂവൈഹി, അരി ശത്രുക്കളെ കൊണ്ടും ചോരൻ കള്ളന്മാരെ കൊണ്ടും ഭൂവഹ, ഭുവം പാതി ഇതി ഭൂവഹ, ഭൂമിയെ ഭരിക്കുന്നവർ രാജാക്കന്മാരെ കൊണ്ടും പീഡാം, അവരെ കൊണ്ട് പല രീതിയിലുള്ള പീഡകൾ അനുഭവിക്കുന്നു. അതിനാൽ കേതു എന്തുണ്ടാക്കുന്നു? പീഡിപ്പിക്കുന്നു. ഒരു വ്യക്തിയെ കള്ളന്മാരാൽ പീഡിപ്പിക്കപ്പെടുന്നു, ശത്രുവാൽ പീഡിപ്പിക്കപ്പെടുന്നു, തൻ്റെ ഹയർ ഒഫീഷ്യൽസ് രാജാവിനാൽ പീഡിപ്പിക്കപ്പെടുന്നു. ശസ്ത്രഭീതിയും, ആയുധം കൊണ്ട് ഭീതിയെ ഭയപ്പെടുത്തുന്നു. സർജറി മുതലായ വിഷയങ്ങൾ വരുന്നു. ശത്രുവിൻ്റെ അക്രമത്തിൽ താൻ പെട്ടുപോകുന്നു. ഉഷ്ണരോഗം, ശരീരത്തിൽ ചൂടുമൂലമുണ്ടാകുന്ന രോഗങ്ങളുണ്ടാകുന്നു. ഈ കേതുദശയിലാണ് പഴയകാലത്ത് വസൂരി മുതലായ രോഗങ്ങൾ, നാം ചിക്കൻ ബോക്സ് മുതലായ രോഗങ്ങൾ, സോറിയാസിസ് അല്ലെങ്കിൽ സ്കിൻ പ്രോബ്ലംസ്, ഇതൊക്കെ കേതുവിനെ കൊണ്ടുണ്ടാകുന്നു. മിഥ്യാപവാദം, മിഥ്യ അപവാദം, അനാവശ്യമായ അപവാദങ്ങൾ കേൾക്കും. നാം വെള്ള ഷർട്ടിട്ട് പോകുമ്പോൾ ആരെങ്കിലും മഷി കുടഞ്ഞാൽ ആ ഷർട്ട് ഉപയോഗശൂന്യമാകും, മോശമായി പോകും. അപ്രകാരം തൻ്റെ വ്യക്തിത്വത്തെ ഹനിക്കുന്ന രീതിയിലുള്ള പ്രയാസങ്ങൾ കേതുവിലുണ്ടാകും. കുലദൂഷിതത്വം, തൻ്റെ കുലത്തിന് ദൂഷിതത്വം, തൻ്റെ കുലം ദൂഷിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകും. വന്യർഭയം പ്രോഷണം ആത്മദേശാത്, തീ കൊണ്ടുണ്ടാകുന്ന ഉപദ്രവങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. തീ എന്നാൽ വെറും അഗ്നി മാത്രമല്ല, കണ്ണുകൾക്കുണ്ടാകുന്ന അഗ്നി, കണ്ണുകളിലുണ്ടാകുന്ന അഗ്നി നേത്രാഗ്നിയാണ്. വയറിലുണ്ടാകുന്ന അഗ്നി ജഠരാഗ്നിയാണ്. ഇതൊക്കെ അഗ്നിയാണ്. ഈ ആഗ്നികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രോഷണം ആത്മദേശം, ആത്മദേശാത് പ്രോഷണം, തൻ്റെ ദേശത്തിൽ നിന്ന് മാറിപ്പോകുന്നു. നിർബന്ധപൂർവം താൻ മാറ്റപ്പെടുന്നു. തനിക്ക് പലപ്പോഴും മറ്റൊരു രക്ഷയില്ലാതെ, ഗത്യന്തരമില്ലാതെ താൻ മാറിപ്പോകുന്ന ഒരവസ്ഥയും സംജാതമാകുന്നു. ഇതൊക്കെ കേതു ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകളാണ്. ഇവിടെ എന്താണ് കേതുവിനുള്ള പരിഹാരം? ഞാൻ ഓരോ വീഡിയോ എടുക്കുന്നതിന് മുമ്പായി നിങ്ങൾക്ക് തരുന്ന സന്ദേശം ഇതാണ്. എങ്ങനെയാണ് ഈ കേതുവിൻ്റെ ദോഷങ്ങളെ പരിഹരിക്കുക? രാഹുകേതുക്കളുടെ മന്ത്രം തന്നെയാണ് ഏറ്റവും വലിയ പരിഹാരം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ചിന്മുദ്രയിൽ കൈകൾ വെച്ചുകൊണ്ട് ഈ കൈകൾ കൊണ്ട് നിങ്ങൾക്ക് എണ്ണാം. ഓം രാഹവേ നമഃ, ഓം കേതവേ നമഃ. ഇതൊരു 9 തവണ ക്രമേണ ചൊല്ലുക. പിന്നീട് 18 തവണയായി വർദ്ധിപ്പിക്കാം. നല്ല മന്ത്രമാണ്. കേരളത്തിന് വെളിയിലുള്ളവർക്ക് നവഗ്രഹത്തിൽ രാഹുകേതുവിന് പൂജ ചെയ്യാം. കേരളത്തിലുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ജന്മനക്ഷത്രത്തിന് രാഹുകേതുക്കൾക്ക്
ആയില്യപൂജ, സർപ്പബലി, നൂറുംപാലും നാഗങ്ങൾക്ക് ചെയ്യാം. കേതു ഭരിക്കുന്ന നക്ഷത്രങ്ങൾ എന്തൊക്കെയാണ്? അശ്വതി, മകം, മൂലം. ഇത് മൂന്നും കേതുവിലെ നക്ഷത്രങ്ങളാണ്. ഈ 3 നക്ഷത്രങ്ങളിലും നിങ്ങൾക്ക് വഴിപാടുകൾ ചെയ്യാം. ഇപ്രകാരം ഈ കേതുവിൻ്റെ ദോഷം മാറണം, മാറ്റണം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഡോക്ടർ മാരാജ് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സുസ്വാഗതം. നമുക്ക് മേടം മുതൽ മീനം വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളെ നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് കേതുവിൻ്റെ ചാരവശാലുള്ള ചിങ്ങൻ രാശിയിലേക്കുള്ള പ്രവേശനം കർക്കിടകൻ രാശിക്കാർക്ക് എപ്രകാരം ശുഭാശുഭ ഫലങ്ങളെ പ്രദാനം ചെയ്യുന്ന വിഷയമാണ്. പുണർന്ന നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു കർക്കിടകൻ രാശി. ഇവിടെ കർക്കിടകൻ രാശിക്കാർക്ക് കേതു എവിടെ നിൽക്കുന്നു? 2ാം ഭാവത്തിൽ നിൽക്കുന്നു. എന്താണ് 2ാം ഭാവം? കർക്കിടക രാശിക്കാർക്ക് 2ാം ഭാവം ചിങ്ങൻ രാശിയാകുന്നു. എന്താണ് 2ാം ഭാവം? ഭർത്തവ്യം അഖിലം വിത്തം വാണി ചക്ഷുശ്ച ദക്ഷിണം വിദ്യാജ വിവിധാഭേദ സർവം ചിന്യം ദ്വിതീയത. ഭർത്തവ്യം തൻ്റെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന കുടുംബമാണ് ഭർത്തവ്യം. പോഷ്യജനാഹ താൻ സംരക്ഷിക്കേണ്ടുന്ന ജനങ്ങൾ എന്ന് പറയും. അഖിലം വിത്തം തൻ്റെ ധനം. വാണി ചക്ഷുശ്ച ദക്ഷിണം തൻ്റെ വാക്കാകുന്നു, വലത്തെ കണ്ണാകുന്നു. തൻ്റെ വിവിധ രീതിയിലുള്ള വിദ്യകളാകുന്നു 2ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത്. അവിടെ പാപഗ്രഹമായ കേതു വരുന്നു. എന്താണ് ഫലം? പാവേ വിത്തകതയെ 2ാം ഭാവത്തിൽ പാപഗ്രഹം വരുമ്പോൾ സ്വപൂർവ്വ നിജിത ദ്രവ്യക്ഷയ തന്നെ പൂർവികമായ സ്വത്ത് നശിച്ചു പോകും, ധനം നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് അതിന് ഇടവരുത്തരുത്. പരിരക്ഷിക്കേണ്ടുന്ന തൻ്റെ കുടുംബത്തിൽ രോഗാദി അരിഷ്ടതകളുണ്ടാകുന്നു, അലച്ചലുകളുണ്ടാകുന്നു. അനാവശ്യമായി കളവ് പറയാൻ ശ്രമിക്കുന്നു, വാക്കുകൾക്ക് വിലയില്ലാതെയാകുന്നു. തൻ്റെ വാക്കുകൾ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കുക. ലക്ഷ്മിയർ വസതി ജിഹ്വാഗ്രേ തൻ്റെ നാവിലാണ് തൻ്റെ ലക്ഷ്മിത്വം. തൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും തൻ്റെ നാവാകുന്നു. തന്നെ ബന്ധിക്കുന്നതും തൻ്റെ നാവാകുന്നു. തൻ്റെ മരണവും തൻ്റെ നാവാകുന്നു. അതിനാൽ അനാവശ്യമായി വാക്കുകളുടെ ഉപയോഗം വളരെയധികം ശ്രദ്ധിക്കണം 2ാം ഭാവത്തിൽ കേതു വരുന്ന ഈ സമയത്ത്. ദക്ഷിണ അമ്പകരുജഹ വലത്തെ കണ്ണിനെ വളരെയധികം ശ്രദ്ധിക്കണം. കാരണം കേതു നാഡീഞരമ്പുകളാണ്. വലത്തെ കണ്ണായാലും ഇടത്തെ കണ്ണായാലും കണ്ണുകൾക്കുണ്ടാകുന്ന നാഡീ ബലക്ഷയം ഈ സമയത്ത് വരും, ഒരു സംശയവുമില്ല. പാത്രക്ഷതി, വിഭവങ്ങൾ നശിച്ചു പോകുന്നു. ഇനി 2ാം ഭാവത്തിൽ കേതു വന്നാൽ ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞ ഫലം എന്താണെന്ന് നമ്മൾക്ക് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ധനേ കേതുരവ്യഗ്രതാഗ്യം നരേശാത് ധനേ ധാന്യനാശോ മുഖേ രോഗകൃത്വ. മുഖത്തിന് രോഗമുണ്ടാകുന്നു, വക്രരോഗമുണ്ടാകുന്നു, നേത്രരോഗമുണ്ടാകുന്നു. പലപ്പോഴും കേതു സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ഉപയോഗിച്ച് വെളുക്കാൻ തേച്ചത് പാണ്ടാകുന്ന അവസ്ഥ സംജാതമാകും. പലർക്കും ഇന്ന് മാർക്കറ്റിൽ കിട്ടുന്ന പല സൗന്ദര്യവർദ്ധക വസ്തുക്കൾ, ഫേസ് ക്രീംസൊക്കെ ധരിച്ച് മുഖം പാണ്ടുപോലെയാകും. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം. മുഖത്ത് മുഖരോഗങ്ങളുണ്ടാകും, നേത്രരോഗങ്ങളുണ്ടാകാം. പലപ്പോഴും പല മരുന്നുകളും മുഖത്ത് വരട്ടുമ്പോൾ അത് കണ്ണിലൂടെ വന്ന് കണ്ണുകൾ ചൊറിഞ്ഞ് നാശമാകും. ശ്രദ്ധിച്ചു കൊള്ളണം. മുഖത്ത് വൈരൂപ്യം വരും, സുന്ദരമായ മുഖം നശിച്ചു പോകും. ധാന്യങ്ങൾ നശിക്കും, ധനങ്ങൾ നശിച്ചു പോകുന്നു, പൂർവികമായ സ്വത്ത് നശിച്ചു പോകുന്നു. രാജാവിനെ ഭയക്കണം എന്നൊരു പ്രത്യേക ഫലമുണ്ട്. അതിനാൽ ഗവൺമെൻറ് സെൽ ടാക്സ്, GST ഇപ്രകാരമുള്ള വിഷയങ്ങളിൽ തൻ്റെ പൂർവികമായ സ്വത്ത് പോലും നശിപ്പിക്കപ്പെടുന്ന അവസ്ഥ വരും. അതിനാൽ ഗവൺമെൻറ് ടാക്സ്, GST ഒക്കെ വളരെ ശ്രദ്ധിക്കുക വ്യാപാരികൾ, അല്ലെങ്കിൽ താൻ പിടിക്കപ്പെടും. കുടുംബേ വിരോധോ വജ സംസ്കൃതം വാ തൻ്റെ കുടുംബത്തിൽ വിരോധമുണ്ടാക്കും. സംസ്കൃതം വജഹ താൻ നല്ല വാക്കുകൾ സംസാരിക്കുമെന്നാണ് ഒരു പ്രത്യേക പോയിൻ്റ് കേതുവിന് കൊടുത്തിരിക്കുന്നു ചമത്കാര ചിന്താമണി. താൻ സംസ്കൃത വാക്കുകൾ, നല്ല വാക്കുകൾ താൻ സംസാരിക്കുമെന്നാണ്. അതിനാൽ അതൊരു മഹാഭാഗ്യമാണ്. നല്ല വാക്കുകൾ സംസാരിച്ച് തൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടാക്കാൻ ശ്രമിക്കുക. കുടുംബജനങ്ങൾ വിരോധത്തിൽ പോയാൽ തൻ്റെ വാക്കുകൾ മൂലം മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടില്ലാതിരിക്കുക. സ്വന്തം ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ഇടവത്തിലും വൃശ്ചികത്തിൽ നിൽക്കുന്ന കേതു വളരെയധികം നല്ല വാക്കുകൾ, മധുരമായ വാക്കുകൾ സംസാരിക്കുമെന്ന്. അപ്രകാരം ബുധക്ഷേത്രത്തിലും നല്ല ഫലത്തെ ചെയ്യും. ഇവിടെ നിൽക്കുന്നത് ചിങ്ങൻ രാശിയിലാണ്, പ്രത്യേകിച്ച് വാക്സ്ഥാനത്താണ്. അതിനാൽ തൻ്റെ വാക്കുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. അതിലൂടെ അപകടങ്ങൾ വരാതിരിക്കുക, കുടുംബ വിരോധമുണ്ടാകും, ശ്രദ്ധിക്കണം. ഇവിടെ പരിഹാരങ്ങൾ ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചു കഴിഞ്ഞു. ആ പരിഹാരങ്ങളൊക്കെ ചെയ്ത് ഇവിടെ ഉണ്ടാകുന്ന ദോഷങ്ങളിൽ നിന്നും മുക്തി
നേടണം. നന്മകൾ മാത്രം പ്രാർത്ഥിക്കുന്നു. നമസ്തേ.